Friends, welcome to Commerce Bytes. So, without much delay, let's move to our motivational quote. So, today's motivational quote is You become what you believe. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മളായിരിക്കും. ഇപ്പോൾ നമ്മൾ ലൈഫിൽ സക്സസ് ആവും എന്ന് നിങ്ങൾ പൂർണ്ണമായി 100% ഷുവറായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ബിക്കം സക്സസ്. ഓക്കെ, വിചാരിക്കുവാണ് ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു അട്ടർ ഫ്ലോപ്പാണ്, ഞാനൊരു അട്ടർ ഫെയിലിയറാണ്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയേ ആവുള്ളൂ. സോ യു ഷുഡ് തിങ്ക് ദാറ്റ് ഐ വിൽ ബിക്കം എ ടീച്ചർ, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറായിരിക്കും, ഞാനൊരു ഫ്യൂച്ചർ ടീച്ചർ ആയിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ അതായിരിക്കണം നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ആദ്യത്തെ സെൻറ്റൻസ്. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്, യു ആർ ലിസ്ണിംഗ് ടു മീ ആൻഡ് ഐ ഷുഡ് സേ ദാറ്റ് നിങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം ഞാൻ നാളത്തെ ഒരു ഫ്യൂച്ചർ ടീച്ചറായിരിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാ ദിവസവും. യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ ടീച്ചർ, that's for sure, take my word. Okay, so let's move to our question paper discussion. Today we are going to discuss some questions. Let's check out two computer based questions. So the first question is FOSS means. What is the meaning of FOSS? Options are: option A, source code is openly shared; option B, source code has free license; option C, free from malwares; option D, any modification can be made by the proprietor. ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഓപ്പൺലി ഷെയർഡ് ആണ്, സോഴ്സ് കോഡ് ഇസ് ഓപ്പൺലി ഷെയർഡ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് ഫ്രീ ലൈസൻസ് ഉണ്ട് എന്നുള്ളത്. ഓപ്ഷൻ സിയിൽ പറഞ്ഞത് മാൽവെയർസിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മളുടെ പ്രൊപ്പറേറ്റർ, ആ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പറേറ്ററിന് അതിന് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഇസ് FOSS. നമുക്കതിൻ്റെ ഫുൾ ഫോം മനസ്സിലായാലല്ലേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഇസ് FOSS. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, FOSSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ആ ഒരു ഫുൾ ഫോമിൽ തന്നെയുണ്ട് ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇൻ ബിറ്റ്വീൻ FOSSല്ലേ അതിൻ്റെ OS നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ. ഓപ്പൺലി ഷെയർഡ് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കീവേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഓപ്പൺലി ഷെയർഡിനാണ്. അണ്ടർസ്റ്റുഡ്? ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദ പോയിൻറ്റ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ FOSSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ OSൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺലി ഷെയർഡ് എന്നാണ്. സോ ഇവിടെ പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് സോഴ്സ് കോഡ് ഇസ് ഓപ്പൺലി ഷെയർഡ്. നമുക്ക് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഓൾമോസ്റ്റ് സെയിം ആണ്, ബിക്കോസ് അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനിൽ തന്നെ ഉണ്ട്. അതായത് ഇറ്റ് ഈസ് എ സോഴ്സ് കോഡ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ആൻഡ് എനിവൺ ഈസ് ഫ്രീ ടു യൂസ്. എല്ലാവർക്കും ഫ്രീ ടു യൂസ് എന്നുള്ള ക്രൈറ്റീരിയയിൽ പെട്ടതാണ്. സ്റ്റഡി ആൻഡ് മോഡിഫൈ ദ കോഡ്. ആ കോഡ് ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാവുന്നതുമാണ്. ദിസ് പ്രിൻസിപ്പിൾസ് അലൗ അതർ പീപ്പിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ ലൈക്ക് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയായി എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ ഉള്ള ഒരു അവസരം, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളതാണ് ഈ FOSSൻ്റെ പ്രത്യേകത. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, യു ഷുഡ് ഫോക്കസ് ഓൺ ദ മിഡിൽ പോർഷൻ, അതായത് ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതിൻ്റെ ആ ഓപ്പൺ സോഫ്റ്റ്വെയർ സോഴ്സ്, അതാണ് നിങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് ഫ്രീലി ലൈസൻസ് ടു യൂസ് ആണ്. കോപ്പി ചെയ്യാം, സ്റ്റഡി ചെയ്യാം, ചേഞ്ച് ചെയ്യാം ദ സോഫ്റ്റ്വെയർ ഇൻ എനി വേ. ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമുക്ക് കോപ്പി ചെയ്യാം, സ്റ്റഡി ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ആൻഡ് ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് കോഡ് ഇസ് ഓപ്പൺലി ഷെയർഡ് സോ ദാറ്റ് പീപ്പിൾ ആർ എൻകറേജ് ടു വോളണ്ടറിലി ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. അതായത് എല്ലാവർക്കും, അതായത് ഇവിടെ പറയുന്നത് പീപ്പിൾ ആർ എൻകറേജ് ടു വോളണ്ടറിലി ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു എൻകറേജ്മെൻറ്റ് പീപ്പിൾക്ക് കൊടുക്കുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്?
So FOSS maintain the software users civil liberty rights. Understood? So ഈ FOSS മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ത് സോഫ്റ്റ്വെയർ യൂസിൻ്റെ സിവിൽ ലിബർട്ടി റൈറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു ബ്രീഫിംഗ്, ഒരു ബേസ് സ്കെച്ച് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അതായത് ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, അതിനെ റീഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കാം. ദാറ്റ്സ് ഓൾ. So moving to next question. So the next question is, Dash is a antivirus software. Options are option A Photoshop, option B Norton, option C Yahoo, and option D that is Flash. Here the answer is option A, that is Photoshop. Question: which of the following statement is correct? Option A, reliable test is always valid. Option B, reliability is not required for standardized test. Option C, a valid test is always reliable. And option D, validity is not an essential criteria for standardized test. Here the answer is option C, that is a valid test is always reliable. അതായത് ഇവിടെ പറയുന്നത് ഒരു വാലിഡ് ടെസ്റ്റ് എപ്പോഴും റിലയബിൾ ആയിരിക്കണം എന്നുള്ളത്. ബിഫോർ മൂവിങ് ടു ദ എക്സ്പ്ലനേഷൻ, യു പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വാലിഡ് ടെസ്റ്റും അതുപോലെ തന്നെ റിലയബിൾ ടെസ്റ്റും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ വാലിഡിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ റിലയബിലിറ്റി ടെസ്റ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങളൊന്നൊരു സ്കെച്ച് പെൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് VM എന്ന് പറയുന്നത്, വാലിഡിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരേണ്ടത് മെഷർ എന്നാണ്. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് ആൻഡ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. ദ ടെസ്റ്റ് എന്താണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാലിഡിറ്റി ടെസ്റ്റിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ, എന്താണ് അവർ ക്ലെയിം ചെയ്ത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് മെഷർ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാട്ട് ഇസ്, അപ്പോൾ നമ്മുടെ റിലയബിലിറ്റി ടെസ്റ്റിൽ എന്തായിരിക്കും മനസ്സിലേക്ക് വരേണ്ടതെന്ന്. ആ റിലയബിൾ ടെസ്റ്റിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുള്ളൂ RC എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ്. നമ്മുടെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിലയബിലിറ്റി. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഇസ് യുവർ ബോണസ് സ്റ്റെപ്പ്. വാലിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വാലിഡ് മെഷർ VM എന്ന് എഴുതിയിടുക. അതുപോലെ തന്നെ റിലയബിലിറ്റീൻ്റെ അടുത്ത് റിലയബിൾ കൺസിസ്റ്റൻസി RC. നിങ്ങൾക്കിത് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റുഡൻസിന് തന്നെ നിങ്ങൾക്കിത് ഈ ഒരു പോയിൻ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. VM എന്ന് പറയുന്നത് വാലിഡ് മെഷർ, മറ്റത് റിലയബിലിറ്റി എന്ന് പറയുന്നത് റിലയബിലിറ്റി കൺസിസ്റ്റൻസി. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് വെദർ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ടെസ്റ്റ് ക്ലെയിംസ് ടു മെഷർ ഇസ് അച്ചീവ്ഡ്. ടെസ്റ്റ് ക്ലെയിം ചെയ്തത് മെഷർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വാലിഡിറ്റി ടെസ്റ്റ്. അതുപോലെ തന്നെ റിലയബിലിറ്റി ടെസ്റ്റിൽ മെഷേഴ്സ് വെദർ ദ ടെസ്റ്റ് ഗിവ്സ് ദ കൺസിസ്റ്റൻറ്റ് റിസൾട്ട് അറ്റ് ഇറ്റ്സ് ഔട്ട്കം. അതിൻ്റെ ഔട്ട്കമ്മിൻ്റെ ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണോ തന്നെ എന്നാണ് റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ടെണ്ണത്തിനും ടൈപ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഇസ് വാലിഡിറ്റി ടെസ്റ്റിൻ്റെ ടൈപ്സ്. വാലിഡിറ്റി ടെസ്റ്റിന് 2 ടൈപ്സ് ഓഫ് ടെസ്റ്റാണ് ഉള്ളത്, ഇൻറ്റേർണൽ വാലിഡിറ്റിയും എക്സ്റ്റേർണൽ വാലിഡിറ്റിയും. അതുപോലെ തന്നെ റിലയബിലിറ്റിക്കും ഇൻറ്റേർണൽ റിലയബിലിറ്റിയും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ റിലയബിലിറ്റിയും. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഔട്ട്കംസ് ആർ കൺസിസ്റ്റൻറ്റ് വെൻ ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് മോർ ദാൻ വൺസ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, മോർ ദാൻ വൺസ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 3 ടൈം ആയിരിക്കും, അല്ലെങ്കിൽ 4 ടൈം ആയിരിക്കും. നമ്മൾ എത്ര പ്രാവശ്യം ആ ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്താലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിലയബിളാണ്. ബട്ട് ആ സ്ഥാനത്ത് വാലിഡിറ്റി ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് മെഷേഴ്സ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ടു മെഷർ ദം. നമ്മൾക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് തന്നെയാണോ നമ്മൾക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യും. ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ടൂൾസും
അതുപോലെയുള്ള സംഭവങ്ങളല്ല. നമുക്കൊരു ടെസ്റ്റിന് ആവശ്യമായ രീതിയിലുള്ള കുറച്ച് ടെക്നിക്സും കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പുട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെയാണോ നമ്മൾക്ക് കിട്ടുന്നത്. അതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദാറ്റ്. ഓക്കെ, വാലിഡിറ്റി എന്നുള്ളത് മെഷർ, അതുപോലെ റിലയബിലിറ്റി എന്നുള്ളത് കൺസിസ്റ്റൻസി. ദാറ്റ്സ് ഇറ്റ്, സിമ്പിളാണ്. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പിന്നെ പഠിച്ച ഒരു ടേമാണ് എന്ന് വെച്ചാൽ നമ്മൾ കേട്ട ഒരു ടേമാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, റൈറ്റ്? അപ്പോൾ നമുക്ക് വാട്ട് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്നുള്ളതും കൂടെ ഒന്ന് റെഫർ ചെയ്തേക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും നമ്മുടെ വാലിഡിറ്റി ടെസ്റ്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ടെസ്റ്റ് ദാറ്റ് റിക്വയർസ് ഓൾ ദ ടെസ്റ്റ് ടേക്കേഴ്സ് ടു ആൻസർ ദ സെയിം ക്വസ്റ്റ്യൻ ഇൻ ദ സെയിം വേ ദാറ്റ് എസ് സ്കോർഡ്. അതായത് ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് അവർക്ക് ആ ഒരു സ്കോർ ചെയ്തത് കൺസിസ്റ്റൻ്റായിട്ട് വേണം എന്നുള്ള ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മളുടെ സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമിനേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും അവർ ആ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദാറ്റ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടൊരു പോയിൻ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ in the same way and is scored in a standard or consistent manner which make it possible to compare the relative performance of the individual. അതായത് 2019ലും 2020ലും നിങ്ങൾ പേപ്പറിന് അപ്പിയർ ചെയ്തവരാണെന്ന് വിചാരിക്കൂ. അങ്ങനെയുള്ളവരുടെ നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ തന്നെ ഒന്ന് നോക്കൂ. അവർ പറഞ്ഞ കണ്ടീഷൻ പേപ്പർ 1ന് 40% മാർക്ക്, അതുപോലെ തന്നെ പേപ്പർ 2ന് 40% മാർക്ക്. അത് 2 ഇയറിലും സെയിം ആണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷനാണ് വന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് മൈൻഡിലേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ച്. ദിസ് ഇസ് നോട്ട് ദ റിയൽ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ഇനി നമ്മൾക്ക് ഓപ്ഷൻസിലേക്ക് കയറാം. ഇപ്പോൾ ഓപ്ഷൻസിൽ പറഞ്ഞത് ഫസ്റ്റ് വൺ, റിലയബിൾ ടെസ്റ്റ് ഈസ് ഓൾവേസ് വാലിഡ് എന്ന്. റിലയബിൾ ടെസ്റ്റ് എപ്പോഴും വാലിഡ് ആയിരിക്കണം എന്നില്ല. കാരണം റിലയബിൾ ടെസ്റ്റ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. സോ പറഞ്ഞ പോലെ റിലയബിൾ ടെസ്റ്റ് ഈസ് ഓൾവേസ് വാലിഡ് എന്നുള്ളത് ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് റിലയബിൾ ടെസ്റ്റ് നമുക്കറിയാം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടേ അവർ തരുള്ളൂ. ഓക്കെ, ബട്ട് അൺലെസ് ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് സപ്പോസ് ടു, ഇറ്റ്സ് നോട്ട് വാലിഡ്. നമുക്ക് മെഷർ ചെയ്താൽ മാത്രം അതിൻ്റെ ഒരു വാലിഡിറ്റി എന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതല്ലേ. സോ അത് നമുക്ക് മെഷർ ചെയ്താൽ മാത്രം അത് വാലിഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദാറ്റ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വാലിഡ് ടെസ്റ്റ് എപ്പോഴും റിലയബിൾ ആയിരിക്കും. കാരണം വാലിഡ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തതാണ്. മെഷർ ചെയ്തത് റിലയബിൾ ആയിരിക്കും. ഐ ഹോപ്പ് യു ഗെറ്റ് ദാറ്റ്. അതിന് ഒരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാലിഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാലിഡ് ടെസ്റ്റ് മെഷർ ചെയ്തത് ഇസ് ജനറലി വാലിഡ് മെഷർമെൻറ്റ് ചെയ്തത് ഇസ് ജനറലി റിലയബിൾ ആണ്. ഇഫ് ദ ടെസ്റ്റ് പ്രൊഡ്യൂസസ് ആക്യുറേറ്റ് റിസൾട്ട്സ് ദേ ഷുഡ് ബി റീപ്രൊഡ്യൂസിബിൾ. നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ജസ്റ്റ് വാലിഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മെഷർ എന്ന് ഓർക്കുക, റിലയബിൾ ടെസ്റ്റ് എന്ന് ഓർക്കുമ്പോൾ തന്നെ കൺസിസ്റ്റൻസി RCയും VM അത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഒരു 2 ആരോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒരു ബോക്സിലിട്ടോളൂ. VR, അതായത് വാലിഡ് ടെസ്റ്റ് ഇസ് ഓൾവേസ് റിലയബിൾ. അതൊന്ന് ജസ്റ്റ് ഒരു ബോക്സിൽ ഒരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തോളൂ. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ. നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നോക്കി. 2 questions from computer session and 1 question about reliability, validity, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും നമ്മളിപ്പോൾ കവർ ചെയ്തു. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദാറ്റ്. So that's all for now. Let's see in the next video. Thank you.